അവൾ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. രോഗിണിയായി നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മുക്തി പ്രാപിച്ചിരിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, കൂന് പിടിച്ച ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെടാൻ പോകുന്നത്. മിക്കവാറും എല്ലാ സൗഖ്യ കഥകളിലും നാം വായിച്ച് കേൾക്കുന്നുണ്ട്, ആരെങ്കിലും അവനോട് ഇടപെടാൻ ആവശ്യപ്പെടുന്നത്. ഒന്നുകിൽ രോഗികൾ തന്നെ നിലവിളിക്കുന്നു, അല്ലെങ്കിൽ അവർക്കു വേണ്ടി ആരെങ്കിലുമൊക്കെ മാധ്യസ്ഥങ്ങൾ നടത്തുന്നുണ്ട്. ക്രിസ്തു തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇടപെടുന്ന അപൂർവം ചില സൗഖ്യപ്പെടുത്തലുകളിൽ പെടുത്താവുന്ന സംഭവമാണ് ഈ കൂനു പിടിച്ച സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്ന രംഗം. 18 വർഷമായിട്ട് ഇവളിങ്ങനെ കൂനു പിടിച്ച് നമ്മൾ നമ്മുടെ ചുറ്റും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാണുന്ന യാഥാർത്ഥ്യത്തിൻ്റെ നല്ലൊരു ചിത്രമാണിത്. നമ്മുടെ തൊട്ടു മുമ്പിലുള്ള തലമുറ എടുക്കുക. മിക്കവാറും എല്ലാ സ്ത്രീകളും തന്നെ കൂനു പിടിച്ചാണ് നടക്കുന്നത്. കാരണം ജീവിതത്തിൽ ഉടനീളം കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്ന വ്യക്തികളാണവർ. കുഞ്ഞിനെ കുളിപ്പിക്കണമെങ്കിൽ, ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ, വിറക് ശേഖരിക്കാനാണെങ്കിലും വസ്ത്രം അലക്കുവാനാണെങ്കിലും നിരന്തരം കുനിഞ്ഞ് വല്ലാതെ കൂനു പിടിച്ച ഒരു സ്ത്രീ സമൂഹമുണ്ട് ഇവിടെ. ഇവിടെ സ്ത്രീയുടെ നട്ടെല്ലിനെ ഈശോ വീണ്ടെടുക്കുകയാണ്. ഒരു വീടിനകത്തു പോലും ഒരു കലഹം നടന്നു കഴിഞ്ഞാൽ അവളാണ് വിഷമിക്കുന്നത്. അവൾ വെച്ചു വിളമ്പുന്ന ഭക്ഷണം കഴിക്കുവാൻ പിന്നെ ആരുമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അടുപ്പിനടിയിൽ നിന്നുകൊണ്ട് അവൾ എത്രമാത്രം സ്നേഹപൂർവ്വം വെച്ചു വിളമ്പിയ ഭക്ഷണമാണ് നിങ്ങൾ തട്ടി മാറ്റുന്നത്. എന്തിന്? ഒരു വനനശീകരണം പോലും എടുക്കുക. ആരാണ് അതിനകത്ത് സഹിക്കുവാൻ പോകുന്നത്? അതും സ്ത്രീകളാണ്. അവർക്ക് കഞ്ഞിക്കുള്ള വിറകിനു വേണ്ടി, കാപ്പി തിളപ്പിക്കുവാനുള്ള വെള്ളത്തിന് വേണ്ടി, കുളിക്കുവാനുള്ള വെള്ളത്തിന് വേണ്ടി, അലക്കുവാനുള്ള വെള്ളത്തിന് വേണ്ടി ഇനി അവളെന്ത് ദൂരം പോകണം? എന്തിനകത്തെയും ഒരു ഇര എന്ന് പറയുന്നത് സ്ത്രീയാണ്. അവളോട് അനുഭാവം പുലർത്തുന്ന ഒരു ജീവിതക്രമമാണ് സുവിശേഷത്തിന് നിരക്കുന്ന ജീവിതക്രമം. പലപ്പോഴും നമ്മൾ അവൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിത്വം പോലും ആരെങ്കിലുമായി ബന്ധപ്പെടുത്തിയാണ്. ചെറുപ്പത്തിൽ ഇന്നയാളുടെ മകൾ, ഇത്തിരി മുതിർന്നു കഴിയുമ്പോൾ ഇന്നയാളുടെ പെങ്ങൾ, കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ ഇന്നയാളുടെ ഭാര്യ, ഒടുവിൽ പക്വതയിലെത്തി ഒരു കുഞ്ഞിനൊക്കെ ജന്മം നൽകി കുഞ്ഞ് വളരുമ്പോഴാകട്ടെ ഇന്നയാളുടെ അമ്മ എന്നറിയപ്പെടേണ്ട ഗതി എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമാണ്. സ്ത്രീയുടെ പല ഇടപെടലുകളും ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ്. എന്നിട്ടും അവളെ എന്തൊക്കെ പേര് പറഞ്ഞാണ്, എന്തൊക്കെ ലേബലുകൾ കൊടുത്തിട്ടാണ് നമ്മൾ നിന്ദിച്ചു കൊണ്ടിരിക്കുക. അവളെ വീണ്ടെടുക്കണം. അവൾക്ക് സ്വന്തം ഇടം കണ്ടെത്തുവാനായിട്ട് സഹായിക്കണം. അവർ നട്ടെല്ലുയർത്തി ഈ ആകാശത്തെ ഒന്ന് കാണട്ടെ. അതായിരിക്കാം ഒരു പക്ഷേ സുവിശേഷത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടപെടൽ. അവളുടെ പുഞ്ചിരി വീണ്ടെടുക്കാത്തിടത്തോളം കാലം ഒരു ദൈവരാജ്യവും ഈ ഭൂമിയിൽ വരാൻ പോകുന്നില്ല. സ്ത്രീയുടെ മഹത്വവും പ്രകാശവും സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാനായി ഒരു കൈസഹായം കൊടുക്കുവാനായിട്ട് മറ്റുള്ളവർ പരിശ്രമിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലം അവരനെ പരിഗണിക്കുവാനുള്ള ഒരു കാലമാക്കി നമുക്ക് മാറ്റാം. അവരുടെ കുറവിലേക്കോ ബലഹീനതയിലേക്കോ പാളിച്ചയിലേക്കോ നോക്കാതെ ദൈവത്തിനു മുമ്പിൽ നാം എല്ലാവരും ഒന്നാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ പരുവപ്പെടുത്താം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.